മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഒരു കറക്റ്റീവ് പേസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. എന്നിരുന്നാൽ തന്നെയും വലിയ തകർച്ചയിലേക്ക് നീങ്ങിയില്ല എന്നതും ശ്രദ്ധേയം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രൂപയിലെ തകർച്ചയാണ്. രൂപ തകരാൻ പല കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഗോൾഡിലുള്ള ഇമ്പോർട്ട്, ക്രൂഡിലുള്ള ഇമ്പോർട്ട്, ഒപ്പം പൊതുമേഖലാ ബാങ്കുകൾ ഡോളർ വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ പല കാരണങ്ങൾ വന്നു. ഇതെല്ലാം തന്നെ IT കമ്പനികൾക്ക് നേട്ടമുണ്ടായെങ്കിലും പൊതുവെ ഓഹരി വിപണിക്ക് ഒരു ദുർബലമായ പാതയാണ് തെളിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, ഈ രൂപയുടെ തകർച്ച ഇത് എവിടെ പോയി നിൽക്കും? 60 രൂപയ്ക്കും അല്ലെങ്കിൽ അതിലും താഴേക്ക് പോകും? എക്കാലത്തെയും ഉയർന്ന തരത്തിലുള്ള എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലേക്ക് പോകും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. റുപ്പി ഇത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്തു പോകാനുള്ള ഒരു പ്രധാന റീസൺ സനൽ നേരത്തെ പറഞ്ഞു. ഒന്ന്, ഗോൾഡ് ഇമ്പോർട്ട് വളരെയധികം കൂടി. രണ്ട്, ക്രൂഡ് ഓയിൽ. അതുപോലെ തന്നെ ബാങ്ക് വളരെയധികം ഹെഡ്ജിങ് നടത്തുന്നു. അതുകൂടാതെ FIസിൻ്റെ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൽ FIs വലിയൊരു ഹ്യൂജ് സെൽ ഓഫ് നടത്തി, അതിൻ്റെ കൺവേർഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി അതുപോലെ ഗ്ലോബലി തന്നെ എല്ലാ കറൻസിക്കും എഗൻസ്റ്റ് ആയിട്ട് ഒരു സ്ട്രെങ്ത് ഡോളർ കൈവരിച്ചു. കാരണം US വന്നിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ ഡോളറിന് ഗ്ലോബലി തന്നെ ഒരു സ്ട്രെങ്ത് നൽകി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ റുപ്പി ഇത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകാനുള്ളൊരു കാരണം. ഒരു പരിധി വരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ബാധിച്ചു. എന്തായാലും അടുത്ത ഒരു മൈനർ കറക്ഷനോട് കൂടി തന്നെ മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷനൊക്കെ തന്നെ ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗ്ലോബലി ഒരു ഗ്ലോബൽ സെൽ ഓഫ് വന്നിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും കണ്ടത്. ഈ ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ തന്നെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്ത സമയത്താണ് അവരുടെ ചില മോശം ഇക്കണോമിക് ഡാറ്റ വരികയും അങ്ങനെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു സെൽ ഓഫ് വന്നിരുന്നു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ, മാർക്കറ്റ് വളരെ നല്ല എക്കണോമിക് ഡാറ്റ വന്നു. ചിദംബരം വളരെ പോസിറ്റീവായിട്ട് മെഷേഴ്സ് എടുത്ത സമയത്ത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മോശമായി. കാരണം DMK സെൻട്രൽ മിനിസ്ട്രി എന്നുള്ള വിഡ്രോവൽ തന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്യാൻ മേജറായിട്ടുള്ള ഒരു തടസ്സം. ഈ ഒരു ന്യൂസ് തന്നെയായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഈ വർഷം ഏറ്റവും ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തേനെ. എന്നാൽ ഇതിനുള്ള സാധ്യത ഇനി കുറവ് തന്നെയാണ്. എന്നാൽ ഈ വർഷം വീണ്ടും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ ഓൾ ടൈം ഹൈയിൽ വന്നു. അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതിലൊരു നാച്ചുറൽ കറക്ഷൻ ആവശ്യമാണ്. ആ കറക്ഷനാണ് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ കണ്ടു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് കണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്നു. അതിൻ്റെ റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ ടോട്ടലി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു മൈനർ കറക്ഷനോട് കൂടി വീണ്ടും ഒരു വാല്യുവേഷൻ ഫെയർ വാല്യൂയിലേക്ക് വരാം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞു. ഒന്ന്, FI ഡ്രിവൺ മാർക്കറ്റ് ആയിരുന്നു. എന്നാൽ FIസിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെയധികം ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് വളരെയധികം കുറവാണ്. ഈ വീക്ക് നെറ്റ് സെല്ലേഴ്സാണ് FIs ക്യാഷ് മാർക്കറ്റിൽ. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ് ബൈയിങ് സൈഡിൽ വന്നില്ല. നോർമലി FIs സെല്ലിംഗ് നടത്തുമ്പോൾ വാല്യുവേഷൻ ഫെയർ വാല്യൂവിൽ വരുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിൽ വരുന്നതാണ്. എന്നാൽ ഈ പ്രാവശ്യം അത്രത്തോളം ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്തായാലും അടുത്തൊരു ചെറിയ കറക്ഷനോട് കൂടി വീണ്ടും മാർക്കറ്റ് ശക്തമായി തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. നമ്മുടെ BCCI അധ്യക്ഷനായിരുന്ന അദ്ദേഹം ലീവിലാണെന്നാണ് പറയുന്നത്, N ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ കമ്പനി ഇന്ത്യ സിമെൻറ്റ്സ് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 95-90 ലെവലുകളിൽ നിന്നും താഴേക്ക് പോകുന്ന 65 രൂപയിലേക്ക് എത്തി. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രശ്നങ്ങളൊന്നും ആ കമ്പനിയിലില്ല. ആ കമ്പനിയുടെ MD നിർഭാഗ്യവശാൽ BCCIയുടെയും അല്ലെങ്കിൽ മെയ്യപ്പൻ്റെ ഫാദർ ഇൻ ലോ ഒക്കെ ആയി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സൗത്ത് ഇന്ത്യയിലെ വളരെ നല്ല കമ്പനിയാണ്. മാത്രവുമല്ല, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് സിമെൻറ്റ് വിലയെല്ലാം കൂട്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നല്ല രീതിയിൽ ഇന്ത്യ സിമെൻറ്റ്സ് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊന്ന് വന്നിരിക്കുന്നത്, ഇന്ത്യ സിമെൻറ്റ്സിൻ്റെ MD ഇദ്ദേഹത്തെ നമ്മുടെ ശ്രീനിവാസനെ ഒരു ഗ്രാഫ്റ്റ് കേസിൽ CBI പ്രതിപട്ടികയിൽ ചേർത്തേക്കുമെന്നുള്ള വാർത്തകളുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിയുമായി ചേർന്ന് YSR ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചില ഹാൻഡ് ഇൻ ഗ്ലൗ ആക്ടിവിറ്റീസ് നടത്തിയെന്നൊക്കെ ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്തുതന്നെയായാലും ഈ 65 രൂപയ്ക്ക് ഇന്ത്യ സിമെൻറ്റ്സ് ഒരുപക്ഷെ അല്പം കൂടി താഴേക്ക് പോയേക്കാം. അതിൻ്റെ ഒരു ഭാവി ഒന്ന്. രണ്ട്, HDIL ഇപ്പോൾ നമ്മുടെ HMD ഭൂമി കയ്യേറ്റം, അത് HDILക്കാർ കടക്കണിയിലായതിനെ തുടർന്ന് അത് വിൽക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോയിൻറ്റ് വെഞ്ചറിനോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 രൂപയായിട്ടുണ്ട് ഓഹരിയുടെ വില. മറ്റൊന്ന്, ഓപ്റ്റോ സർക്യൂട്ട്സ്. ഒരു കാലത്ത് വിപണിയുടെ ഡാർലിംഗ് ആയിരുന്ന, തുടർച്ചയായി ബോണസ് നൽകിക്കൊണ്ടിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓഹരിയായിരുന്നു ഓപ്റ്റോ സർക്യൂട്ട്സ്. നമ്മളെപ്പോഴും ഈ മാർക്കറ്റ് വാച്ചിൽ ഡിസ്കസ് ചെയ്യുന്ന ആ കമ്പനി ഇപ്പോൾ ഏകദേശം 30 രൂപയിലും താഴെ എത്തിയിരിക്കുന്നു. ഈ 3 കമ്പനികളുടെ സ്ട്രാറ്റജി എന്താണ്? ഓക്കെ, ഇതിൽ ഓപ്റ്റോ സർക്യൂട്ട് വളരെ മോശം Q4 റിസൾട്ട് വന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ലെവലിൽ കുറച്ച് ഇഷ്യൂസ് നിലനിന്നിരുന്നു.
അതിൻ്റെ റിഫ്ലക്ഷനാണ് ആ സ്റ്റോക്കിൽ ഇത്രത്തോളം ഷാർപ്പായുള്ള കറക്ഷൻ വരാൻ കാരണം. വാല്യുവേഷൻ ഫെയർ ആണ്, പക്ഷേ ഒരു ഫെയർ വാല്യൂ 26 ലെവലിലേക്ക് മാർക്കറ്റിൽ അടുത്തൊരു കറക്ഷൻ സംഭവിച്ച് ഒരു 26 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ അതും ഒരു റിസ്ക് എടുക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല സ്റ്റോക്ക്. അതിൻ്റെ ഒരു കറക്ഷൻ ആ വാല്യുവേഷൻ 30-ൽ നിൽക്കുന്നത് ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. പക്ഷേ അടുത്തൊരു കറക്ഷനോട് കൂടി 26 ലെവലാണ് ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ ലെവൽ വരികയാണെങ്കിൽ ഫർദർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. ദെൻ ഇന്ത്യ സിമെൻറ്റ് സെക്ടറിൽ മാനേജ്മെൻറ്റ് ലെവൽ ഇപ്പോൾ ശ്രീനിവാസൻ എഗൻസ്റ്റ് ആയിട്ടൊരു മൂവ് CBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ചെറിയ കറക്ഷൻ വരാം. പക്ഷേ ഓൾറെഡി ഈ ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ 95-ൽ നിന്ന് 65-ലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തത്. പക്ഷേ മാനേജ്മെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ സൈഡിൽ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. കാരണം സിമെൻറ്റ് എപ്പോഴും ഇന്ത്യ സിമെൻറ്റ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഈ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഇഷ്യൂ കൊണ്ടാണ് അതിനകത്തൊരു കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. അടുത്ത സ്റ്റോക്ക് HDIയിലാണ്. HDIയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കേരളത്തിലുള്ള അവരുടെ ലാൻഡ് വിറ്റ് അവരുടെ ഡെറ്റ് കൂടുതലാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. എനിക്കൊന്ന് ഡൗൺ സൈഡ് റിസ്ക് HDIലിനെ സംബന്ധിച്ച് കുറവാണ്. അത് HDIയിലും അതുപോലെ തന്നെ റിയാലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലൊക്കെ തന്നെ ഒരു ഗവൺമെൻറ് സ്പെൻഡിങ് വരികയാണെങ്കിലും അതിൽ ഓവറോൾ ഇക്കണോമിയുടെ ഒരു റിവൈവൽ അതിൻ്റെ ഒരു ലാസ്റ്റ് ലെഗിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അപ്പോൾ ഈ 3 സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ഇന്ത്യ സിമെൻറ്റ്സ് വളരെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിന് അടുത്തൊരു 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ HDIയിൽ എനിക്ക് തോന്നുന്നു 36-37 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതാണ് ഫെയർ വാല്യൂ ഏരിയ. ഒപ്റ്റോ സർക്യൂട്ട് അത്ര സ്ട്രോങ് റെക്കമെൻഡേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. എന്നാലും 26 ലെവൽ വരികയാണെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അത് തൽക്കാലം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റോ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് തോന്നുന്നു. ബാക്കി 2 സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ ജൂണിലെ ഒരു മേജർ ഡാറ്റ വരാനുള്ളത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ പോളിസി തന്നെയാണ്. പക്ഷേ പലരും പറയുന്നത് കരുതൽ ധന അനുപാതം ചിലപ്പോൾ കുറച്ചേക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട റീപ്പോ നിരക്ക് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്കായ റീപ്പോ നിരക്ക്, ഈ റീപ്പോ നിരക്കിൽ ഒരു തരത്തിലും ഒരു കുറവ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ധനമന്ത്രി ചിദംബരം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ ബാങ്കുകളോടും അദ്ദേഹം അക്രോസ് ദ ബോർഡ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള കാര്യവും, മറ്റൊന്ന് പിന്നെ സ്വർണത്തിന്റെ വിൽപ്പന നിങ്ങൾ കുറയ്ക്കണമെന്ന്, ഗോൾഡ് കോയിൻ സെല്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ത് തോന്നുന്നു? അല്ല, ഇത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഫെയർ ആണ്. ഒന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഈ ലോവറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ GDP ഇപ്പോഴും 5-ൽ ബിലോ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഇൻഡസ്ട്രി വരാനും കൂടുതൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ബേർഡനാണ് പല കമ്പനികൾ ഇപ്പോൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ചിദംബരം അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കാര്യത്തിലും, കാരണം ഇത്രയേറെ ഇപ്പോൾ ഈ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗോൾഡ് ഇമ്പോർട്ട് വളരെയധികം കൂടിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് തീർച്ചയായിട്ടും ആളുകൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പക്ഷേ RBI ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മെഷർ എടുക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം റുപ്പി വീക്കായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു റേറ്റ് കട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് വീണ്ടും റുപ്പി വീക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ RBI എഫക്റ്റീവായിട്ടുള്ള ചില മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തൊരു മെത്തേഡ്. എന്തായാലും എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞ പോലെ 60 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ 58, 50, 59 ലെവലിൽ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ ഒരു ലെവലിൽ തന്നെ FISൻ്റെ RBIയുടെ ഒരു എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ലെവലിൽ 57, 50 ആ ഒരു ലെവൽ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ നമ്മളിങ്ങനെ ഒരു അസംഷൻ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മെഷർ എടുക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും RBI ലോങ് റണ്ണിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള നടപടി തീർച്ചയായിട്ടും കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് അരുൺ പൈ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. മാർക്കറ്റ് വാച്ചിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച നിഫ്റ്റിയുടെ ലെവലുകളെല്ലാം ഭാഗ്യവശാൽ അത് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന ഓഹരികൾ IDFC ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ധനകാര്യ മേഖലയിൽ നിന്നുള്ള കമ്പനി 102 രൂപയ്ക്ക് വാങ്ങി. സിപ്ല വാങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് ആക്സിസ് ബാങ്ക്, കോൾഗേറ്റ് തുടങ്ങിയ ഹിന്ദുസ്ഥാൻ യൂണിലിവറും കൂടിയുണ്ട്. ഇങ്ങനെ
1, 2, 3, 4, 5 കമ്പനികളാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റോക്കുകൾ എല്ലാം ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബൈയിങ് ലെവൽ വളരെ ലോവർ ലെവലാണ്. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. IDFC 140 to 137 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 156 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നിങ്ങൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ IDFC 156 പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് ഒരു 6100 ലെവലിലേക്ക് ഒരു ബൗൺസ് ബാക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ വരുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് IDFC വരാം. ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ സിപ്ലൈ ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സിപ്ലൈയിൽ സംഭവിച്ചു. അഗൈൻ 365 ലെവൽ വരികയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് 353. ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സിപ്ലൈയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 390 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസ്. പക്ഷേ അതൊരു ഷോർട്ട് ടൈം ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എക്സിറ്റ് പോയിന്റ് അല്ല. ഒരു ട്രേഡറെ സംബന്ധിച്ച് 390 ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു റിസ്കി ഏരിയയാണ് 390. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും സിപ്ലൈ നല്ലത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആണ് സിപ്ലൈയിൽ. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ലാസ്റ്റ് ഫ്രൈഡേ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. 1350, 1270 ഒരു സേഫർ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 1270 ആണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു റീ എൻട്രി ചെയ്യാവുന്ന ഒരു ലെവലാണ്. പല സ്റ്റോക്കുകളും ആ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം പല സ്റ്റോക്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അവസരം അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂയിലേക്ക് വരുന്നത്. ഇപ്പോൾ മാരുതിയിലാണെങ്കിലും ആക്സിസ് ബാങ്ക് ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് 20% കറക്ഷൻ നേരിട്ടിരിക്കുകയാണ്. ഇതൊരു ലെവൽ അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. ആക്സിസ് ബാങ്കിൽ 1440 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കോൾഗേറ്റ് ആണ് 1424. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. വാല്യൂ കുറച്ചൊരു ഹയർ വാല്യൂയിലാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഒരു സേഫർ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 1347. ആ ഒരു ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു വാല്യൂ ബൈയിങ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. 1515 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 578 and 547 ഒരു സേഫർ എൻട്രി 550 ലെവൽ തന്നെ ആയിരിക്കാം. 620 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ITC ആണ് 327, 310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 355 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം ഫ്രണ്ട് റൺ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ ബൈയിങ് റേറ്റ് വളരെ ലോവർ ലെവലാണ്. അടുത്ത മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. നമ്മൾ ഒരു വൺ ടൈം ഒരു ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് കടന്നിട്ടില്ല. കറക്ഷൻസ് സംഭവിക്കും, അതുപോലെ തന്നെ ബൗൺസ് ബാക്ക് പുൾ ബാക്ക് സംഭവിക്കും. ആ പുൾ ബാക്കിൽ എക്സിറ്റ് ചെയ്ത് മാറുക, ദെൻ വീണ്ടും കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. മാർക്കറ്റിൻ്റെ ഒരു വൈഡ് റേഞ്ച് മൂവ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6200 5700 നമ്മൾ ഒരു മാസം മുമ്പ് തന്നെ മാർക്കറ്റ് പറഞ്ഞാണ് മേജർ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ 5700 വരെ പോവാം. പക്ഷേ ഒരു വൺ സൈഡ് 5700 പോകാനുള്ള സാധ്യത കുറവാണ്. 5850 800 എന്ന് പറയുന്ന ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ് ഇപ്പോഴത്തെ രീതിയിൽ. ദെൻ 5700. പക്ഷേ 5800 850 നിന്നും ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അത് ചിലപ്പോൾ 6100 200 വരെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്യു ജോസിൻ്റെ ചോദ്യം, അദ്ദേഹം ഒരു നിര ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ കൂടുതൽ പേർക്കും പ്രയോജനപ്പെടുത്തുന്ന വളരെ ധാരാളം പേർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അത് നമുക്കെടുക്കാം. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ 57 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അത് വലിയ ലാഭത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. മറ്റൊന്ന് എൽഡർ ഫാർമ 321 ലെവലിൽ വാങ്ങിയിരിക്കുന്നു. മറ്റൊന്ന് സെയിലാണ് 65 രൂപയ്ക്ക് എടുത്തിരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച്, നമ്മുടെ സ്പാർക്ക് പുതിയ മോളിക്യൂൾ കണ്ടുപിടിച്ചു എന്നുള്ള തരത്തിൽ ദിലീപ് സാങ്വിയുടെ സൺ ഫാർമ കമ്പനിയുടെ കീഴിലുള്ള മറ്റൊരു കമ്പനി ഈയിടെ ഏകദേശം 150 ലെവലുകളിലേക്കൊക്കെ വന്നിരുന്നു. 165 ഈ ഓഹരി പുതിയ നിക്ഷേപത്തിന് അനുയോജ്യമാണോ എന്ന ചോദ്യവുമുണ്ട്. സ്പാർക്ക് തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആർക്കോം ഇപ്പോഴത്തെ രീതിയിൽ ഒരു സെല്ലിംഗ് അഡ്വൈസബിൾ അല്ല. ഈ സ്റ്റോക്കും ഇപ്പോഴത്തെ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. കുറച്ചുകൂടെ ഈ സ്റ്റോക്കിൽ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് സ്റ്റോക്കിനുണ്ട്. അതുകൊണ്ട് 105 92 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 128 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു 128 ലെവൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ സെയിലൊക്കെ തന്നെ
ഒരു ഗ്ലോബൽ സെൽ ഓഫ് മെറ്റൽ സെക്ടറിലുണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ ടാറ്റ സ്റ്റീലിലും സെയിലിലും ഹിൻഡാൽകോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സെയിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. 65 അദ്ദേഹത്തിൻ്റെ ബൈങ്. നമ്മളും 62-65 ലെവലിൽ ബൈ റെക്കമെൻഡേഷൻസ് കൊടുത്താണ്. ആ സ്റ്റോക്ക് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യുക. ആ സ്റ്റോക്ക് അടുത്ത അദ്ദേഹം തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് 50 ലെവലിൽ. കാരണം എനിക്ക് തോന്നുന്നത് കുറച്ച് നാളായിട്ട് സെയിൽ ലെവലിൽ കിടക്കണം. ഒരു കുതിപ്പ് കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ അത് ഇനിയും ആ പേഷ്യൻസോട് വെയിറ്റ് ചെയ്യും. അത് മിഡ് ക്യാപ് സ്റ്റോക്കിൽ ഒന്നും തന്നെ നമ്മൾ ആ കുതിപ്പ് കണ്ടിട്ടില്ല. എല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ മാത്രമാണ് വളരെയധികം ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു, വീണ്ടും കറക്ഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കും റിലയൻസും L&Tയിലും ആക്സിസ് ബാങ്കിലും യെസ് ബാങ്കിലും ഒക്കെ തന്നെയാണ് ഈ മൂവ്മെൻറ്റ് നമ്മൾ L&Tയിലൊക്കെയാണ് കാണുന്നത്. അപ്പം ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒന്നും ആ രീതിയിലൊരു മൂവ്മെൻറ്റ് കാണുന്നില്ല. അപ്പോൾ അത് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി, സെയിൽ അഗൈൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ഈ സൺഫാർമ അഡ്വാൻസ് തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആ സ്റ്റോക്ക് വീണ്ടും ബൈയിങ് അഡ്വൈസബിൾ ആണ്. 150 എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് തന്നെയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വളരെ സേഫ് ആയിട്ടതും ഡൗൺ സൈഡ് റിസ്ക് കുറഞ്ഞായിട്ടുള്ള ഓഹരി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ വളരെയധികം സ്റ്റോക്കുകളുണ്ട്. എല്ലാ സ്റ്റോക്കുകളും അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട്. സെയിലിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ സെയിൽ 48 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. പക്ഷെ നമ്മൾ ഈ 48ഉം 40 പിന്നെ വീണ്ടും താഴെ പോവുകയാണെങ്കിൽ 42. അപ്പോൾ എപ്പോഴും സപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് സംഭവിക്കും. ഇപ്പോഴത്തെ രീതിയിൽ പല സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ലോവർ ലെവൽ സപ്പോർട്ടാണ് ലഭിക്കുക. പക്ഷെ അതൊരു ലെവലിലേക്ക് വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഫെയർ വാല്യൂയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. നമുക്ക് സ്വർണത്തിന്റെ കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. സ്വർണ്ണവില നമ്മൾ കൂടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏകദേശം 1400 ലെവലുകളിലേക്ക് ഇടയ്ക്കൊന്ന് ബൗൺസ് ചെയ്യും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് പോകും. 1400 പരിസരങ്ങളിലാണോ അത് നിൽക്കാൻ പോകുന്നത്, അതോ 1300 ലെവലുകളിലാണോ നിൽക്കാൻ പോകുന്നത്? ഇത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടതിൻ്റെ ഡ്യൂട്ടി കൂട്ടിയതാണ് ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷൻ ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്ക് പോലെ ആക്റ്റീവായിട്ടുള്ള ഓരോ ഡൗൺ സൈഡും ഓരോ അപ്പ് സൈഡും ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് ഗോൾഡിനെ സംബന്ധിച്ച് ഇതൊരു ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലാണ് ഗോൾഡ് മേടിക്കുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് സ്റ്റോക്കിലൊരു ഇമ്മീഡിയറ്റ് ഗോൾഡിലൊരു അപ്പ് മൂവ് വരുന്നതോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഷാർപ്പായുള്ള ഡൗൺ വരുന്നതോ ഒരു ഗോൾഡ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ജ്വല്ലറിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിന് പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നിക്ഷേപകരും കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതാണ് നല്ലത്. അത് 1300 ബിലോ ലെവലിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള സ്വർണം വേണം. ആവശ്യത്തിൽ കൂടുതൽ സ്വർണം മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ചിദംബരം വളരെ ശക്തമായുള്ള വാർണിംഗ് തരാനുള്ളൊരു കാരണം. ഒരു റിപ്പോർട്ട് വന്നത് തൃശ്ശൂരിലൊക്കെ ഈ നമ്മുടെ സ്വർണ്ണപ്പണയ കമ്പനികൾ പലതും പണയ സ്വർണം വലിയ നഷ്ടം ഇനിയും ഉണ്ടായേക്കാം എന്ന് കരുതി വിറ്റ് തുടങ്ങിയിരിക്കുന്ന ഒരു സെൽ ഓഫ് തുടങ്ങി എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. മാത്രമല്ല ഏഷ്യയിൽ നിന്ന് പൊതുവെയുള്ള ഫിസിക്കൽ ഗോൾഡിനുള്ള അതിൻ്റെ ഒരു താല്പര്യം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഒരുപക്ഷെ ഈ പണിക്കൂലി അടക്കമുള്ള വില വരുമ്പോൾ ആഗോള വിപണിയിൽ ഒരു $1250 വരാനുള്ള സാധ്യത ഈ വർഷം ഇപ്പോഴാവണമെന്നില്ല, കൂടുതലല്ലേ? തീർച്ചയായിട്ടും 1250 എന്ന് പറയുന്ന ലെവലിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. കാരണം ആളുകൾ കഴിഞ്ഞ 12 വർഷമായിട്ട് വൺ സൈഡ് മൂവ്മെൻറ്റ് മാത്രമേ ഗോൾഡിൻ്റെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഈ വർഷം ഗോൾഡിൻ്റെ വർഷമല്ല, ഗോൾഡിൽ വീണ്ടും കറക്ഷൻ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ വലിയൊരു പ്രോഫിറ്റിന് വേണ്ടി ഷോർട്ട് ടൈം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, പെട്ടെന്ന് മേടിക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമില്ല. കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് ഈ മാസം കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം RBIയുടെ പുതിയ വായ്പ നയം ഈ മാസം വരും. അതിൽ ഒരുപക്ഷെ റീപ്പോ നിരക്കുകളൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നാണ്യപ്പെരുപ്പമെല്ലാം താരതമ്യേന കുറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിരക്കുകൾ കുറച്ചാൽ വിപണിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കും, ഒരു സംശയവുമില്ല. വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്ന് ധനമന്ത്രി ചിദംബരം തന്നെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ബാങ്കുകളോട്. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ഇതെല്ലാം നന്നായി വരാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിൽ പോലും ചെറിയ കറക്ഷനുകളും ഉണ്ടാവും. വലിയൊരു വൻ തകർച്ച ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല, ആഗോള വിപണികളിലും പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന താഴ്ചകളാണ്. സ്വർണ്ണവിലയിൽ അല്പം കൂടി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രൂപ ദുർബലമാവുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ സ്വർണ്ണവില അങ്ങനെ ഒറ്റയടിക്ക് ആ തരത്തിൽ കുറയണം എന്നും നിർബന്ധവുമില്ല. എന്തായാലും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.